Hi, I am Rogis Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha, Kottakkal and UAE. 2025-ൽ നീറ്റ് എക്സാമിനേഷൻ എഴുതി കേരളത്തിൽ ഒരു മെഡിക്കൽ കോഴ്സിന് അഡ്മിഷൻ കിട്ടാനായി ആഗ്രഹിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് ഇതുവരെ ഓപ്ഷൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് ഒരു കോഴ്സിനും ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് 6th അലോട്ട്മെൻറ്റിന് വേണ്ടി ചോയ്സ് ഫില്ലിംഗ് ആൻഡ് കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് കേരള എൻട്രൻസ് കമ്മീഷണർ ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നു. 2025-ലെ നീറ്റ് എക്സാമിനേഷൻ ത്രൂ പ്രത്യേകം ഓർക്കുക, 2026 അല്ല, 2025-ലെ നീറ്റ് എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ടുള്ള 6th അലോട്ട്മെൻ്റ് ആണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഏതൊക്കെ കോഴ്സിലേക്കാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക? അലൈഡ് കോഴ്സുകൾ, അതായത് വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, ഇതിനോടൊപ്പം ബയോടെക്നോളജി, പൊല്യൂഷൻ ആൻഡ് എൻവിറോൺമെൻറ്റൽ സയൻസ്, ഈ കോഴ്സുകളിലേക്ക് ഈ അക്കാഡമിക് ഇയറിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്യേണ്ടത് കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, ckerala.gov.in എന്ന വെബ്സൈറ്റിൽ എൻ്റർ ആയതിനു ശേഷം അപ്ലൈ ചെയ്യേണ്ടത് ലാസ്റ്റ് ഡേറ്റ് തന്നിരിക്കുന്നത് 30th January 2026 2 മണി വരെയാണ്. അതായത് 30-ാം തീയതി 2 മണിക്ക് മുമ്പ് നമുക്ക് ഓപ്ഷൻ സബ്മിറ്റ് ചെയ്യാം. ഓപ്ഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് ഫീസ് ഉണ്ട്. ജനറൽ കാറ്റഗറി, OBC കാറ്റഗറിയിലെ വിദ്യാർത്ഥികളാണെങ്കിൽ 15,000 റുപ്പീസും, റിസർവേഷൻ, സ്പെഷ്യൽ റിസർവേഷനുള്ള SC, ST, ജുവനൈൽ ഹോം ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ 5,000 റുപ്പീസുമാണ് രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടത്. ഇങ്ങനെ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് ഈ കോഴ്സുകൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ജാനുവരി 30-ാം തീയതി 2 മണിക്ക് മുമ്പായി ചോയ്സുകൾ ഫില്ല് ചെയ്യുക, ഓപ്ഷൻസ് കൊടുക്കുക. കൃത്യം അലോട്ട്മെൻറ്റ് 30-ാം തീയതി തന്നെ 30th ജനുവരിയിൽ തന്നെ പബ്ലിഷ് ചെയ്യും. അങ്ങനെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നെക്സ്റ്റ് ഡേ തന്നെ 31st ഓൺവേർഡ്സ് കോളേജുകളിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ സീറ്റുകൾ ഫില്ല് ചെയ്യാതുള്ള സീറ്റുകൾ ഫില്ല് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ഒരു 6th അലോട്ട്മെൻറ്റ് കേരള എൻട്രൻസ് കമ്മീഷൻ നടത്തുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ എക്സാമിനേഷൻ എഴുതി ഇതുവരെ ഒരു അഡ്മിഷൻ ലഭിച്ചിട്ടില്ല, 2026-ലെ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി റിപ്പീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിനോ ജോയിൻ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് അല്ലാതെ കണ്ടിന്യൂ ചെയ്യുന്ന ഏതൊരു കാൻഡിഡേറ്റിനും ഇപ്പോൾ വന്നിരിക്കുന്ന അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കാം. അർഹതപ്പെട്ട ഒരു കോഴ്സോ കോളേജോ നേടിയെടുക്കാം. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.